ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നമുക്കിന്നൊരു ചോറൂണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ 2 ചോറൂണ് കഴിഞ്ഞു. ഇത് 3ാമത്തെ ചോറൂണാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം. മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിതിന് മുന്നേ വന്നിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി ആൻഡ് ദാറ്റ് ഇസ് മൈ അമ്മ, പിന്നെ എൻ്റെ സ്വന്തം ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ 2 മക്കൾ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ആളുടെ ചോറൂണിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. 3ാമത്തെ ചോറൂണ്. അപ്പോൾ നമ്മൾ വാവയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം നമ്മൾ അകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ. നിറയെ പ്രാവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചങ്ങല വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളരിക്ക അങ്ങനെ എന്തോ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ അമ്പലത്തിൽ നിറച്ചും കൊടികളായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലമാണല്ലോ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി ഏകദേശം ഓൾമോസ്റ്റ് അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊടികൾ, നിറച്ചും കൊടികളാണ് കാണുന്നത്. പിന്നെ ഇത്രയും ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ അകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തോ ഒരു ഇതുള്ളതോട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ചോറൂണ് കഴിഞ്ഞ ഉടനെ നമുക്ക് കയറി തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യൂ ഒന്നുമില്ല. നമ്മൾ തൊഴുത് ഇറങ്ങിയ ഉടനെ നട അടച്ചു. അപ്പോൾ നട അടച്ചപ്പോൾ ഇത് തുറന്നതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചോറൂണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിവാവ, നമ്മുടെ അപ്പൂസ്, അദ്രിത് കൃഷ്ണ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ്. പുറത്തും അത്യാവശ്യം നമുക്ക് തൊഴാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആൽമരം, ഇവിടെയൊക്കെ ആ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നും ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്ന ഒരു അമ്പലം. കാരണം ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന ഒരു വലിയൊരു വ്യക്തിയൊന്നുമല്ല, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണുമല്ല. അപ്പോൾ ഇത് അവിടുത്തെ ഒരു വഴിപാടിൻ്റെ മരുന്നും കെമിക്കലൊക്കെയാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്നിങ്ങനെ എടുത്തതാണ്. പിന്നെ കണ്ടില്ലേ, ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കലാണ് കേട്ടോ. അതായത് നമ്മൾ വെടി പൊട്ടിക്കുന്ന സംഭവമില്ലേ, അതിൽ നിറയ്ക്കുന്ന കെമിക്കലാണ്. ദൂരെ വെച്ചിട്ട് നിരനിരയായിട്ട് വെച്ചിട്ടുള്ളതാണ് ആ വെടി കെട്ടിൻ്റെ ആ സംഭവം. ഇപ്പം നമ്മൾ ഷീട്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടിച്ചോളും. അപ്പോൾ ഇത് അവിടുത്തെ വേറൊരു ആൽമരം. ആ ആൽമരത്തിലൊക്കെ ഇങ്ങനെ കൊടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടുള്ള തവിട്ടുമുത്തി, അതായത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്താണ് കേട്ടോ. നമുക്ക് തൊഴുന്ന സമയത്ത് നമുക്ക് തവിട് തരും. തവിട് നമ്മളിങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് തവിട്ടുമുത്തിക്ക് കൊടുക്കുക. അതെന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അവിടുത്തെ മണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടാകുമ്പോൾ കാണുന്ന പൂഴിമണലില്ലേ, അത് തന്നെയാണ് കേട്ടോ. പോയവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ എക്സാമിൻ്റെ ഒക്കെ സമയം ഇപ്പോൾ അത്രയും പോവാറില്ല. ഒക്കേഷണലി
വല്ലപ്പോഴേ പോകാറുള്ളൂ. ബിക്കോസ് ഞാൻ അത്ര വലിയ അമ്പല പേഴ്സണൊന്നുമല്ല. ആൻഡ് ഇത് എൻ്റെ ചേച്ചിയുടെ മൂത്ത ആളാണ് കേട്ടോ. അപ്പോൾ ആളങ്ങനെ മണ്ണിലൊന്നും കളിക്കാത്തത് കൊണ്ട് ആൾക്കിതൊക്കെ കണ്ടപ്പോൾ ഒരു ആവേശം. അങ്ങനെ നമ്മൾ എല്ലായിടത്തും തൊഴുത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണല്ലോ അമ്പലത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം ഇതൊരമ്മച്ചി ബാക്കിൽ നമ്മൾ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പം നല്ല വെയിലായിരുന്നു. മണൽ വെയിലത്തായതുകൊണ്ട് തന്നെ മണൽ നല്ല ചൂടായിരുന്നു കേട്ടോ. കാല് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെൻ്റെ ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചി ഇതാ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് പബ്ലിക്കലി നമുക്ക് ഇങ്ങനെ ഒരു പുറത്തൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് സൗണ്ടും ബഹളവും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര പാട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വാവച്ചിയുടെ വക ഒരു കുറച്ച് എന്താ പറയുക ഫ്ലൈയിങ് കിസ്സൊക്കെ അങ്ങനെ നമ്മൾ അതിന് ശേഷം നമ്മൾ കാറിൽ കയറി നമ്മൾ വിട്ടു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു അമ്പല പേഴ്സൺ അല്ലാന്ന്. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് എനിക്ക് മനസ്സിലെവിടെയോ എനിക്ക് ഇവിടെ വരണം തൊഴണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ തൃശ്ശൂരുള്ള പെരിങ്ങോട്ടുകര അമ്പലമാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വീഡിയോസ് ത്രൂ കണ്ടിട്ടുള്ള പരിചയമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ എനിക്കിവിടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഇത് തൊട്ടടുത്ത് തന്നെ ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ദേവസ്ഥാനമാണ് കേട്ടോ. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. എനിക്ക് ശരിക്കും എന്താ പറയുക അതിൻ്റെ ഉൾഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും ഉള്ളിലോട്ട് വീഡിയോസൊന്നും അലൗഡ് അല്ല. കണ്ടില്ലേ, ശരിക്കും ഒരു മാജിക്കൽ വേൾഡ് പോലെയുള്ള ഒരു അമ്പലം. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവണങ്ങാട്ടിൽ കളരിയാണ്, ആവണങ്ങാട്ടിൽ ക്ഷേത്രം. അങ്ങനെ അവിടെയും നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നമ്മൾ നോർമൽ ചോറ്, സാമ്പാർ, പപ്പടം, പായസം, മോര്, അച്ചാറ്, ഉപ്പേരി ഇത്രയാണ് ഡിഷ് കേട്ടോ. അങ്ങനെ നമ്മളത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം പതുക്കെ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ളതിലായിരുന്നു. കാരണം നമ്മൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരു വരുന്ന വഴിക്ക് ഏതോ ഒരു കുഞ്ഞ് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള കുഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് അടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ.